ആ വള കൈ കിടക്കണത്തോളം കാലം എനിക്ക് മനസ്സമാധാനം ഉണ്ടാവില്ല ബാലപ്പ. വെളുക്കാൻ തേച്ചത് പാണ്ടാവോ? പണ്ടാകുവോ പണ്ടാരാണ്ടാകുവോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, ഒരാഴ്ച കഴിഞ്ഞ് ആ വള വെളുക്കും, മുക്ക് പണ്ടോടെന്ന് അവൾ അറിയുകയും ചെയ്യും. അതിനു മുമ്പ് നീ അത് ഊരി വാങ്ങിക്കണം. പക്ഷെ എങ്ങനെ, എന്തു പറഞ്ഞിട്ട്? അവളാണെങ്കിൽ ആ വള കയ്യിൽ നിന്ന് പ്രശ്നമില്ല. രാത്രി വള അലമാരി വെച്ച് പൂട്ടുമെന്നല്ലേ നീ പറഞ്ഞത്? അതെ. അലമാരി തുറക്കുക, വളയെടുക്കുക, നശിപ്പിച്ച് കളയുക. എന്നെ സംശയിക്കില്ലേ? നീ അറിഞ്ഞില്ലെന്ന് പറയണം. ഞാൻ ചോദിക്കട്ടെ, അഥവാ നിന്നെ സംശയിച്ചാല് സാരമില്ല. ഇത് മുക്കുവണ്ടമാണെന്ന് തിരിച്ചറിയുന്നതിനേക്കാൾ നല്ലതല്ലേ അത് മോഷണം പോയെന്ന് പറയുന്നത്? പിന്നെ ഇത് മോഷണം പോയെന്ന് അറിയുമ്പോ നീ കുറെ സെന്റിമെന്റ്സ് ഒക്കെ കാണിക്കണം. അയ്യോ എന്റെ 50,000 രൂപ പോയേ, ഞാനിത് എങ്ങനെ സഹിക്കുവോ എന്നൊക്കെ കുറെ നമ്പർ കാണിക്കണം. എന്തോ മനസ്സിലായ? അപ്പൊ കൈ നിട്ട് അഭിനയിക്കല്ലേ? കൈ നിട്ടോ, കൈ വിട്ടുപോകാതിരുന്നാ മതി കേട്ടാ. വാ. കൊള്ളാം. നീ പറഞ്ഞത് ശരിയാ. ഞാൻ എന്ത് പറഞ്ഞു? ഈ വള നീ അലമാരി വെച്ച് പൂട്ടിയത് ഒട്ടും ശരിയായില്ല. ഈ വളയില്ലാതെ നിന്റെ കൈ കണ്ടപ്പോ എനിക്ക് എന്ത് മാത്രം സങ്കടം വന്നെന്നറിയോ? ഇട്ടേ വളയിട്ട്. ഈ വള ഇനിമേലിൽ നീ കൈ ഊരരുത്. ഊരില്ലെന്ന് സത്യം ചെയ്, സത്യം ചെയ്. ഇല്ല. ഈ വളയിട്ടപ്പോൾ നിന്റെ കൈ കാണാൻ എത്ര മനോഹരമായിരിക്കുന്നു പൊന്നു. ഞാനേ കഷ്ടപ്പെട്ട് വാങ്ങിയ വിവാഹ സമ്മാനമാ. അതങ്ങനെ അലമാരി വെച്ച് പൂട്ടാൻ ഞാൻ സമ്മതിക്കില്ല. എന്നാ കിടന്നോ, കിടന്നോ. വള സൂട്ടിച്ചിട്ട് കിടന്നോട്ടാ, ഊരണ്ട. അത് കൊള്ളായി. വളയിട്ടിട്ട് തുണി കഴുകണോ? സോപ്പ് പത വളയിൽ മുട്ടിക്കഴിഞ്ഞാ തുണി വെളുക്കുന്നതിന് മുമ്പ് വള വെളുക്കും. പൊന്നോ, നീ എന്നാ പരിപാടി കളിക്കണേ? നീ ഇത് പിടിച്ചേ. ഇതൊക്കെ ഞാൻ അലക്കൂല്ലേ, ചുമ്മാ വെറുതെ. ഞാൻ കഴിക്കോളാം. പൊന്നു പറയുന്നത് ഇതൊക്കെ ഞാൻ അലക്കോളാം. അതെ, നിനക്ക് സുഖമില്ലാത്ത ആള് ആര് പറഞ്ഞു? എനിക്കൊരു അസുഖമില്ല. അയ്യോ, ഇത് കണ്ടോ, ഒരു നിറവ്യത്യാസം. സോപ്പ് വെള്ളം നിന്റെ സ്കിന്നിന് അലർജിയാണ്. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത് ഞാൻ അലക്കിക്കോളാം. ഇന്നലെ വരെ ഞാനല്ലേ അലക്കിയത്. അപ്പോഴൊന്നും അലർജിയെ പറ്റി തങ്കൂട്ടൻ പറഞ്ഞില്ലല്ലോ. ഇന്നലെ ഒരു പുസ്തകം വായിച്ചപ്പോഴാണ് ഞാൻ എല്ലാം മനസ്സിലാക്കിയത്. സാരില്ല, ഉടൻ തന്നെ ഞാനൊരു വാഷിംഗ് മെഷീൻ മേടിക്കാം. അതുവരെ ഞാൻ അലക്കും. പൊന്നു, ഞാൻ പറയുന്നത് നീ ഒന്ന് കേക്ക്. നിന്റെ കൈ കിടക്കുന്നത് 916 KDM തിളക്കോടുകൂടിയ സ്വർണ്ണമാണ്. ഇതിൽ സ്വാപ്പോത പറ്റി കഴിഞ്ഞാൽ 916 900 കുറയും. അതെങ്കിലും നീ മനസ്സിലാക്ക്. അതൊരു പുതിയ അറിവാണ്. പക്ഷെ ഇത് ആർക്കും അറിയില്ല. നിനക്ക് അലക്കണോന്ന് അത്ര നിർബന്ധമാണെങ്കിൽ ഈ വള അങ്ങോട്ട് ഊരിയിട്ട് അലക്ക്. ഇത് ഞാൻ കയ്യിൽ നിന്നുരുന്ന പ്രശ്നമേ ഇല്ല. ചാകുന്നത് വരെ ഇതെന്റെ വലത് കൈ തന്നെ കാണും. ഒരു കാര്യമില്ല. എന്തോ ആലോചിക്കുന്ന? ഞാനൊരു കടും കൈ ചെയ്യാൻ തീരുമാനിച്ചു. കടും കൈയാ? എന്തോന്ന് കടും കൈ? മുഖം മൂടി ആക്രമണം. അതൊരെണ്ണം മുഖത്തിരിപ്പുണ്ടല്ലോ. ഇത് കണ്ണാടി, ഇതല്ല. മുഖം മൊത്തം കൂടുന്ന ഒരു സാധനം, മുഖം മൂടി ആക്രമണം. മനസ്സിലായില്ല. അതിന് നിന്റെ സഹായം എനിക്ക് വേണം. എന്റെ സഹായം എന്ന് വെച്ചാ? നീ ഇന്ന് രാത്രി മുഖം മൂടി ധരിച്ച് എന്റെ വീട്ടിൽ കയറണം. അതെന്നൊക്കെ പറയട്ടെ. നീ ഒരു കത്തി സംഘടിപ്പിക്കണം. എന്നിട്ട് അത് നീ പൊന്നുവിന്റെ നേരെ ചൂണ്ടണം. എന്നിട്ട് വള മാത്രം ഊരി മേടിക്കണം. നീ എന്തെന്നല്ലേ തങ്കപ്പ പറയുന്നത്? ചുമ്മാ മുഖം മൂടി ആക്രമണം, അതൊന്നും ശരിയാവത്തില്ല. ഫ്രീ ആയിട്ട് വേണ്ടേ? നീ ചെയ്യുന്ന പണിക്ക് കൃത്യമായിട്ട് ഞാൻ കൂലി തരും. കൂലി എന്ന് പറഞ്ഞാ? കൂലി എന്ന് പറഞ്ഞാൽ നിനക്ക് ഞാനൊരു 500 രൂപ തരാം. 500 രൂപയാ? പാരാത്രി നിന്റെ വീട്ടിൽ കയറി വളം പൊട്ടിക്കുന്നതിനാ? പോരെ, ഒരു 750 പണി നോക്കട്ടെ. 1000 രൂപ ആര് ചെയ്യും തങ്കപ്പ?
1050. നീ ചുമ്മാ ലേലം വിളിക്കല്ലേ പറഞ്ഞ എന്നാ 1500 ഫിക്സ്. ശരിയാവത്തില്ല ഛേ. ചുമ്മാ 2 രൂപ. 2000 രൂപ ഫിക്സ് ചെയ്തോ. ഫിക്സ് ചെയ്തു. ഓക്കെ 2000 രൂപയ്ക്ക് സമ്മതിച്ചിരിക്കുന്നു. Thank എന്തിനാണെന്നറിയോ? നിന്റെ ഭാര്യയുടെ മുമ്പിൽ നിന്റെ വില പോവാതിരിക്കാൻ. അതിനുവേണ്ടി എന്ത് ദൗത്യവും ഞാൻ ഏറ്റെടുക്കും. അങ്ങനെയാണെങ്കിൽ Okay. ഇന്ന് രാത്രി തന്നെ നീ എന്റെ വീട്ടിൽ കയറണം. ഇന്ന് രാത്രി ഞാൻ നിന്റെ വീട്ടിൽ കയറും വളയ്ക്കാനായി. വളക്കാനോ? ആരെ ആരെ? എന്തോന്ന്? എന്തിനാണ് നീ എന്റെ വീട്ടിൽ വളക്കാൻ കയറുന്നത്? വളയ്ക്കാനല്ലേ വളക്കള്ളനായി. ഓ, വളക്കള്ളനായിട്ട്. Okay. ഞാൻ വിചാരിച്ചു എന്റെ പെണ്ണുപിള്ളി വളക്കാൻ. അപ്പൊ ഓക്കെ, 2000 രൂപക്ക് നീ എന്റെ വീട്ടിൽ വളക്കാൻ കയറുന്നു. അല്ല, വളക്കള്ളനായിട്ട് കയറുന്നു. കയറിയിരിക്കും. ഓക്കെ, Okay. നമുക്ക് രാത്രി കാണാം. ഗുഡ് നൈറ്റ്. എന്താണെന്ന് അറിയാൻ പറ്റില്ല. ഇന്ന് നേരത്തെ ഉറക്കം വരണം. പന്ത്രണ്ടിനും 1-നും ഇടക്ക് വരാന്നാണല്ലോ പറഞ്ഞ്. ഇനിയും 2-2.5 മണിക്കൂറുണ്ട്. പൊന്നു, നീ ഉറങ്ങണില്ലേ? നമുക്ക് ഉറക്കം മത്സരം നടത്താം. ആരാദ്യം ഉറങ്ങുമെന്ന് അറിയാം. ഞാനാ നീ ഉറങ്ങ് 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 ഉറങ്ങ്. ഉടുപ്പിന്ന് പറ. ഗേറ്റ് തുറന്നു കിടന്നേതാ? ജീവിതത്തിൽ ആദ്യമായിട്ടാ ഒരാൾക്കൊരു നല്ല കാര്യം ചെയ്യാൻ പോകുന്നത്. ഇതിന് 2000 രൂപ തന്നാ പോരടാ തങ്കപ്പാ. കണ്ണു കാണുന്നില്ല. വാതില് ചവിട്ടി പൊളിക്കേണ്ടി വന്നില്ല. കാര്യമില്ല. എനിക്ക് അപാര ധൈര്യം തന്നെ. സൈഡായിട്ട് മോഷണം കൂടി തുടങ്ങണം. നല്ല സ്കോപ്പുള്ള ഫീൽഡാണ്. എന്തായാലും ഇതൊരു ട്രെയിനിങ് ആയിട്ട് കണക്കാക്കാം. സക്സസ് ആയ ഇത് കണ്ടിന്യൂ ചെയ്യാം. അയ്യേ, ചീഞ്ഞ മുട്ട എടുത്ത് വെച്ചടാ തണ്ടി.
സാരമില്ല, മോഷണത്തിന് ഇറങ്ങുമ്പോ ഇതുപോലുള്ള പല കടമ്പകളും കടക്കേണ്ടി വരും. ഇവിടുന്ന് തങ്കപ്പെടുത്ത് മാറ്റിയ അടിച്ചു മാറ്റാന്ന് വിചാരിച്ച. ഇവന്റെ ബെഡ്റൂം എവിടെയാണ്? ആ, ഇവിടെ തന്നെ. മുട്ടുകാലിലെഴയാം. അമ്മേ, ആരെങ്കിലും കൊന്നാൽ ഞാൻ മിണ്ടിക്കളയും. അല്ല, ആരെങ്കിലും മിണ്ടിയാൽ ഞാൻ കൊന്നുകളയും. മാത്രം ഒരു വണ്ടി അങ്ങോട്ട് ഊരാനാണ് പറഞ്ഞത്. വള ഊരി തന്നെ ഞാൻ കുത്തി കുറേ എടുക്കും. എനിക്ക് പണി ഉണ്ടാക്കും. ഊരി വെച്ചാൽ എനിക്ക് ഇവിടെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയം ഒരുപാട് വീട്ടിൽ കയറാനുള്ളതാണ്. വള ഊരാൻ അവൻ കള്ളനാ. നമുക്ക് നമ്മുടെ ജീവനാണ് വലുത്. പുതിയ മനസ്സിലായില്ല, കള്ളനാന്ന്. ഊര് നിന്റെ പെണ്ണുമ്പളെ ഞാൻ കുത്തി കമത്തി കേട്ടോ. കള്ളനെ പിടിക്കാൻ ശ്രമിക്കല്ലേ. എന്തായാലും പൊന്നമ്മയുടെ ധൈര്യം സമ്മതിക്കണം. നിലവിളിച്ച ആളെ കൂട്ടിയില്ലായിരുന്നെങ്കിൽ കൊന്നുകളഞ്ഞേനെ. അതെ, ഈ കോളനിയിലെ ഇടവഴികൾ പോലും കൃത്യമായി അറിയുന്ന ആളാ കള്ളൻ. അതുകൊണ്ടാ രക്ഷപ്പെട്ട് കടന്നു കളഞ്ഞത്. സ്വർണത്തിന് വില കൂടിയ പിന്നെ മനസമാധാനത്തോടെ കിടന്നുറങ്ങിയിട്ടില്ല. മറ്റുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ കോളനിയിൽ കളവ് കുറവാന്ന് വേണം പറയാൻ. ദേ ബാലപ്പൻ, കാലിന് വേദന ഉണ്ടോന്നാ? ഉണ്ടോന്നാ? സഹിക്കാൻ പറ്റാത്ത. എന്തു പറ്റി ബാലപ്പ? അറിഞ്ഞില്ലേ? ഇന്നലെ കള്ളന്റെ പുറകെ ഓടി മറിഞ്ഞടിച്ച് വീണതാ. അതിന് വല്ലതും പറ്റിയോ? ഇനി ഇതിൽ കൂടുതൽ എന്തോന്ന് പറ്റാനാ? ആശുപത്രിയിൽ 10,3500 രൂപ ബില്ലായി. കള്ളൻ കാരണം. എല്ലാവരും കൂടി പിരിവെടുത്ത് ഒരു 10,3500 രൂപ ഈ പാവത്തിന് 2000 മതി. 2000 രൂപയെങ്കിലും കൊടുക്കണം. അതിനെ കള്ളനെ പിടിച്ചില്ലല്ലോ. പിടിച്ചിരുന്നെങ്കിൽ 2000 അല്ല 10,000 കൊടുക്കായിരുന്നു. നിങ്ങൾ കള്ളനെ പിടിച്ചിരുന്നെങ്കിൽ 10,000 രൂപ കിട്ടിയേ. ഞാൻ കള്ളനെ പിടിച്ചിരുന്നെങ്കിൽ എന്റെ ശവക്കുഴി കൊണ്ടുവെക്കേണ്ടി വന്നെ 10,000 രൂപ. അവന്റെ പിച്ചാത്തി ഉണ്ടായിരുന്നേ. ആഹാ, എത്ര നന്നായിരുന്നെങ്കിൽ. എന്താന്ന്? അല്ല, ഈ കള്ളനെ പിടിച്ചില്ലല്ലോ. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യം. സുനിതയോ? വാ. ഇതാണല്ലേ ആ വള? അർച്ചന ചേച്ചി പറഞ്ഞു പൊന്നൂന്റെ കൈ കിടക്കുന്ന ഈ ഡിസൈൻ വളയെ കുറിച്ച്. തങ്കപ്പേട്ടൻ വെഡിങ് ആനിവേഴ്സറിക്ക് സമ്മാനിച്ചതാ. കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. എനിക്ക് ഇതുപോലൊരു വള തീർത്താ കൊള്ളാന്നുണ്ട്. അയ്യോ, അതിനെന്താ? തീർക്കുന്നെങ്കിൽ 3 പവന് തീർക്കണം. ഇത് 4 പവന്റെ വളയാ. എന്തായാലും ഷോറൂമിൽ ചെന്ന് ഇതുപോലൊരു ഡിസൈൻ വള സെലക്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. പിന്നെ ചെയ്യിച്ചെടുക്കണം. മോഡല് കാണിക്കാൻ ഈ വളയൊന്ന് തരാമോ? അതിനെന്താ?
എളുപ്പം കൊണ്ടുവരണം. ഈ വള എന്റെ കയ്യിൽ കണ്ടില്ലെങ്കിൽ തങ്കുവേട്ടന് സങ്കടാവും. ഞാൻ എളുപ്പം കൊണ്ടുവരാം. എന്തായാലും തങ്കപ്പച്ചേട്ടന്റെ സെലക്ഷൻ ഉഗ്രനായിട്ടുണ്ട്. സുനിതയ്ക്ക് വള കണ്ടപ്പോ ഭയങ്കര ആഗ്രഹം ഇതുപോലെ ഒരെണ്ണം തീർപ്പിക്കണമെന്ന്. വളയെവിടെ? തട്ടാനെ മോഡല് കാണിക്കാൻ വേണ്ടി ഞാനത് സുനിതയ്ക്ക് ഉരുക്കൊടുത്തു. വള തട്ടാന്റെ മുമ്പിലെത്തിയ ആകെ കുഴപ്പമാവും. അത് പാടില്ല. തങ്കപ്പേട്ടാ ഒന്നുമില്ല. ഞാനേ ഒരു കാര്യം പറഞ്ഞു. ഞാൻ ഇപ്പൊ വരാവേ. എന്ത് പറഞ്ഞു? ഹലോ, ഒന്ന് അല്ല, നിന്നേ. അവിടെ നിക്ക് തങ്കപ്പേട്ടാ. അല്ല, ഈ തങ്കപ്പേട്ടൻ എവിടെ പോയതാ? ഏയ്, കൊച്ചവിടെ നിന്നേ. ഓ, അവളെവിടെ? ഏവള് എവളല്ല, ആ വളയെവിടെ? ഏവള് എവളുമല്ല, ആ വളയെവിടെ? ആ വള എന്തിനാ? ആ വള എനിക്ക് വേണം. എന്തിനാ? ഞാനിത് പണിയിക്ക് മോഡല് കാണിക്കാൻ കൊണ്ടുപോവാ. ഞാനിത് മോഡല് കാണിച്ചിട്ട് പൊന്നുന്റെ കൈ തന്നെ ഓ, കൊടുത്തോളാം. ഇതുമല്ല മോഡലൊന്നും അല്ലെന്ന്. ഇതുകൊണ്ട് എനിക്ക് വേറൊരു കാര്യം ആ, പണയം വെക്കാനാണെങ്കിലേ ഇത് പൊന്നുന്റെ കയ്യിൽ നിന്ന് ചോദിച്ചു വാങ്ങിച്ചാ മതി. ഞാനിത് പൊന്നുന്റെ കൈ കൊടുത്തോളാം. എന്റെ കൊച്ചെ പണയം വെക്കാറൊന്നുമില്ല. വേറൊരു കാര്യത്തിന് ഇങ്ങോട്ട് കൊണ്ടുവന്നേ. ഞാൻ നേരിട്ട് കൊടുത്തോളാന്നേ. ഇത് തന്നില്ലെങ്കിൽ വലിയ പ്രശ്നമാകും. അതുകൊണ്ടാ ചോദിക്കണേ. ഇങ്ങോട്ട് കൊണ്ടുപോകും. എന്റെ പൊന്നെ, ചോ, ഇത് വലിയ പാരയായല്ലോ. ഇനി എന്ത് ചെയ്യും? ഇനി വേറൊന്നും നോക്കാനില്ല. ആ പെണ്ണുമ്പിള സ്വർണ്ണപ്പണിക്കാരന്റെ കടയിലേക്കാ പോകുന്നത്. ഇമ്മീഡിയറ്റ് ആയിട്ട് വാച്ച് ചെയ്യണം. ചെയ്യാം. ആ പിന്നെ ഒരു ബൈക്ക് സംഘടിപ്പിക്കണം. സംഘടിപ്പിക്കാം. മുഖം അറിയാതിരിക്കാൻ നമുക്ക് ഹെൽമെറ്റ് വെക്കണം. വെക്കാം. ആ പെണ്ണുമ്പിള സ്വർണ്ണക്കടയിലേക്ക് നടന്നു പോകുമ്പോ ബാഗ് തട്ടിപ്പറിക്കുന്നു, ഒറ്റ ഓട്ടം വെച്ച് കൊടുക്കുന്നു. ഒറ്റ ഓട്ടം. എന്ന് വെച്ചാ ഒറ്റ പോക്ക് പോവാ. എങ്ങനെങ്കിലും ആ വള എന്റെ കൈ കിട്ടണം, അല്ലെങ്കിൽ എന്റെ കുടുംബം തകരും. എന്താ ബാലപ്പ നോക്കണേ? എന്താ ബാലപ്പ ഇങ്ങനെ നോക്കണേ? വാ, ഒരു ഐഡിയ. ബാലപ്പ, നീ എന്ത് ഐഡിയ വേണമെങ്കിലും പ്ലാൻ ചെയ്തോ. പക്ഷെ ഒരു കാര്യം, നീ എന്റെ കൂടെ നിക്കണം. അയ്യോ, ഞാൻ നിൽക്കത്തില്ല. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നിരപരാധിയായ ഒരു കള്ളം പെണ്ണുങ്ങളെ അടികൊണ്ട് ചാവാതെ രക്ഷപ്പെട്ടത്. നിനക്ക് ഓർമ്മയുണ്ടല്ലോ? രക്ഷപ്പെട്ടല്ലോ. അതൊക്കെ പോട്ടെ. നമുക്ക് എങ്ങനെ ഒരു ബൈക്ക് സംഘടിപ്പിക്കാൻ പറ്റുന്നു? എന്തിനാ സംഘടിപ്പിക്കുന്നേ? നോക്ക്, 2 ഹെൽമെറ്റും ഒരു ബൈക്കും. കണ്ടാ? അത് എന്റെ ഒരു സുഹൃത്തിന്റെ ബൈക്കാണ്. ആണോ? ബാലപ്പ, നിനക്കപ്പോ ബൈക്കുകളൊക്കെ ഉള്ള കൂട്ടുകാരൊക്കെ ഉണ്ടല്ലേ? ആ ബൈക്കല്ലേ? പിന്നെ നിന്നെ പോലെ കച്ചട എന്ന് വിചാരിച്ച എടുത്തോ. അല്ല, ഞാൻ ഉണ്ട്, കൂടെ ഉണ്ട്. നല്ല ബൈക്ക്. ഓ, താക്കോൽ ഉരിയിട്ടില്ല. താക്കോലിന്റെ ഞാൻ പറഞ്ഞില്ല, മറ്റേ രഘുവിന്റെ ആണ്. ഞാൻ ഇവിടെ എവിടെ ഉണ്ടെങ്കിലും അവൻ ബൈക്കിൽ താക്കോൽ എടുക്കത്തില്ല. അപ്പൊ എടുക്കല്ലേ? എടുത്തോ. നിന്റെ കൂട്ടുകാരൻ എന്റെ കൂട്ടുകാരനാണ്. രമണൻ. ഈ മരണം എന്തിനാണ് ലിഫ്റ്റ് കൊടുക്കേണ്ടി അടിച്ചാ പോലീസ് പിടിക്കും. തേപ്പുകാരൻ വന്ന് ഉള്ള സമയം കൊണ്ട് പെട്രോൾ തുറന്നു വിട്ടേക്കല്ലേ. പോയി. ഇവിടെ തന്നെ അതാണ് അവളുടെ വീട്. ആണോ? വാ, ഈ ഗ്ലാസ് ഒക്കെ താല്പര്യം ആണല്ലേ തിരിച്ചറിയും. ഇതാണ് വീട് കേട്ടാ. ഇതാണ്ട് ഈ കൂട്ടിനകത്തോട്ട് കയറില്ലേ? എടാ, ഞാൻ പോയി നോക്കട്ടെ, അങ്ങോട്ട് മാറിയിരിക്കാന്ന്. എപ്പോഴും ബുദ്ധി ഉപദേശിച്ചു തരാൻ എന്നെ കിട്ടത്തില്ല കേട്ടാ. അതോട്ട് ഞാൻ അപ്പുറത്തോട്ട് മാറിയിരിക്കാം. കയറി ചവിട്ടി തേക്ക്. ഞാൻ അപ്പുറത്തുണ്ടേ.
കള്ളനാടി. കള്ളനാടി, കള്ളൻ. ഹെൽമെറ്റ് വെച്ച കള്ളൻ. താമസിച്ചുപോയല്ലേ? നേരെ ഒരുപാടായി ഇനി എപ്പോഴും വേവാ വേവാ. പെട്ടെന്ന് അവിടെ പോയിട്ട് വേണം ശരി, ഇനി അവരൊക്കെ കാണുമെന്തോ. കേറി പെട്ടെന്ന് പാപ്പം സമയമില്ല കേറ്, കേറ്, കേറ്. എന്താ? ആരാ? എന്താ? എന്താ കാര്യം എന്താ? എന്താ കാര്യം എന്താ? എന്താ കാണിക്കുന്നത്? പ്രശ്നം എന്തുവാ എന്താ കാര്യം എന്താ? നമ്മുടെ വണ്ടി ഇവിടെ ഇത് നമ്മുടെ വണ്ടി ഇവിടെ. അയ്യോ, ഇത് നമ്മുടെ വണ്ടി. വണ്ടി കാണാനില്ലേ വണ്ടി ഇവിടെ പോയി ഇവിടുന്ന് എന്താ എന്ത് പറ്റി? ഇവിടുന്ന് വണ്ടി കാണുന്നില്ല ചേട്ടാ. ഇവിടുന്ന് വണ്ടിയാ? ആ ഇവിടുന്ന് വണ്ടി അത് ശരി, നിങ്ങളാണ് ഇവിടുന്നത്. ഞാൻ അങ്ങോട്ട് കയറി രണ്ട് തെണ്ടികള് ആ വണ്ടിയുടെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്. അവരെടുത്തോണ്ട് പോയിരിക്കും. എപ്പോ കണ്ടാ? ഞാൻ കണ്ടല്ലേ. ഒരു കാര്യം ചെയ്യ്, പെട്ടെന്ന് ഫോളോ ചെയ്തോ.